VS അനുസ്മരണ വേദിയിൽ പ്രതിപക്ഷ പ്രവർത്തനത്തിന് പരോക്ഷ വിമർശനവുമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. സമരങ്ങൾ കൊണ്ട് കേരളം പൊട്ടിത്തെറിക്കേണ്ട സമയം അതിക്രമിച്ചു. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എങ്ങനെ സമരം ചെയ്യണമെന്ന് VS കാട്ടിത്തന്നു. സാമുദായിക നേതാക്കളുടെ വീടിന് മുന്നിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ VS ധൈര്യം കാട്ടിയെന്നും തോമസ് ഐസക് VS അനുസ്മരണ പ്രസംഗത്തിൽ പറഞ്ഞു. പാർട്ടി നേതൃത്വത്തിനെതിരെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും ഇന്ന് പരോക്ഷ വിമർശനം ഉയർത്തി. VS ഓർമ്മദിനത്തിൽ വന്ന പരാമർശങ്ങൾ ഉന്നം വയ്ക്കുന്നത് ആരെയാണ്? കാണാം RD Extra. മുൻ മുഖ്യമന്ത്രിയും CPIMന്റെ മുതിർന്ന നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വൻ ജനാവലിയാണ് ആലപ്പുഴ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിലേക്ക് എത്തിയത്. രാവിലെ നടന്ന പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് വിവിധ മുതിർന്ന നേതാക്കൾ VS അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇതിനിടെയാണ് VSനെ അനുസ്മരിച്ച് സംസാരിക്കവേ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പ്രതിപക്ഷ പ്രവർത്തനത്തിനെതിരെ ഒളിയമ്പുമായി രംഗത്തെത്തിയത്. ഒരു മാസം കൊണ്ട് തന്നെ UDF സർക്കാർ ജനങ്ങളെ വെറുപ്പിച്ചുവെന്നും സമരങ്ങൾ കൊണ്ട് കേരളം പൊട്ടിത്തെറിക്കേണ്ട സമയം കഴിഞ്ഞുവെന്നുമായിരുന്നു ഐസക്കിന്റെ വാക്കുകൾ. സാമുദായിക നേതാക്കളുടെ വീടിന്റെ വാതിൽക്കൽ മൈക്ക് കെട്ടി സംസാരിക്കാൻ VS ധൈര്യം കാട്ടി. അദ്ദേഹം ജനങ്ങളുടെ ഭാഷയിൽ സംസാരിച്ചു. ഇന്ന് ആ വാമൊഴി വഴക്കവും നഷ്ടമാകുന്നു എന്നും നിലവിലെ നേതൃത്വത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് തോമസ് ഐസക് പറഞ്ഞു. VS ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിനടക്കം പോകുമായിരുന്നുവെന്നും അദ്ദേഹം സമരത്തിന് ആഹ്വാനം ചെയ്യുന്ന ആളായിരുന്നില്ല, മറിച്ച് നേതൃത്വം നൽകുന്ന ആളായിരുന്നുവെന്നും ബിനീഷ് കോടിയേരിയും ഇന്ന് പ്രതികരിച്ചു. VS അച്യുതാനന്ദൻ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും മാതൃകയെന്ന് MV ഗോവിന്ദനും പ്രസംഗത്തിൽ വ്യക്തമാക്കി. RD Extra ന്യൂസ് മലയാളം. ഇതൊക്കെ വിമർശനങ്ങളാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ വിമർശനങ്ങളല്ല എന്ന് വേണമെങ്കിൽ നാളെ തോമസ് ഐസക്കിന് നിഷേധിക്കാം. ഈ വേദിയിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIMനുള്ളിലെ പ്രശ്നങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് തോൽവി, നേതാക്കളുടെ പെരുമാറ്റം, പിന്നെ കേന്ദ്ര നേതൃത്വം തന്നെ കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം അംഗീകരിച്ച കേരളത്തിലെ പാർട്ടിയുടെ വീഴ്ചകൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ ഐസക്കിൻ്റെ പ്രസംഗം കേട്ടാൽ ഇതെല്ലാം നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങൾ തന്നെയാണ്. മാത്രമല്ല ഈ ദിവസം തന്നെ കൃത്യമായി ഇപ്പോൾ ബിനീഷ് കോടിയേരി പറഞ്ഞത് കേട്ടല്ലോ. അതായത് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ, VS ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വല്ലാതെ പാർട്ടി പ്രവർത്തകർ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെയോ ഇപ്പോഴത്തെ പാർട്ടിയുടെയോ പോക്കിൽ ഒരു ആശങ്ക പ്രവർത്തകർക്കുണ്ട് എന്നതുകൊണ്ട് തന്നെയാണല്ലോ എന്ന് കുറേ കൂടി ഓപ്പണായിട്ട് ബിനീഷ് കോടിയേരി പറഞ്ഞു. ബിനീഷ് ആ സിസ്റ്റത്തിനകത്ത് ആ നിലയ്ക്ക് നേതൃത്വത്തിൽ നിന്നുള്ള ആളല്ല, എങ്കിൽ കൂടി ആ പരാമർശത്തെ നമ്മൾ കേൾക്കണമല്ലോ. കാരണം അത് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ്റെ പരാമർശമാണ്, ആ നിലയ്ക്ക് കണ്ടാൽ മതി. പക്ഷെ അതിൽ നിന്ന് ഐസക്കിലേക്ക് എത്തുമ്പോൾ കൃത്യമായി ഈ പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ ഇതാ മുഴങ്ങുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? നിശ്ചയമായിട്ടും അത് ഹർഷൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റാണ്. അതായത് പാർട്ടിക്കകത്തെ വിമർശനങ്ങൾ തന്നെയാണ്. അതായത് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ കരുതുക ഇവർ തോമസ് ഐസക് വന്ന് ഇങ്ങനെ പറയുന്നു, ബിനീഷ് കോടിയേരി ഇങ്ങനെ പറയുന്നു, തോമസ് ഐസക് തൊട്ട് ബിനീഷ് കോടിയേരിയുള്ള ആളുകൾ പറയുകയാണല്ലോ എന്ന് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതും ഇതിനപ്പുറത്തുമൊക്കെ അവിടെ അകത്ത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക തന്നെയാണല്ലോ. ആ സംസാരിക്കുന്നതിൻ്റെ പ്രതിഫലനങ്ങൾ ഇങ്ങോട്ട് വരുന്നു. ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളത്, നമ്മൾ കണ്ട CPIMൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ പരസ്പര പോരാട്ടം VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ നടന്നതാണ് അല്ലേ, വിഭാഗീയത എന്നൊക്കെ അവർ പറയുന്നത്. ആ VS അച്യുതാനന്ദൻ്റെ ഈ പറയുന്ന ഇത്തരമൊരു ദിനത്തിലാണ് ഈ പറയുന്ന പാർട്ടിയുടെ കരുത്ത് കൂട്ടാനുള്ള സംഗതികളിലേക്ക് പോകുന്നതെന്നുള്ള കൗതുകം കൂടെയുണ്ട്. തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് ശേഷമുള്ള തെറ്റുതിരുത്തൽ നടപടികൾ CPIMൽ തുടരുന്നതിനിടെയാണ് പാർട്ടിയുടെയും കേരളത്തിൻ്റെ ആകെയും രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രധാന സ്ഥാനം വഹിച്ചിരുന്ന VS അച്യുതാനന്ദൻ്റെ ഓർമ്മദിനം കടന്നു വരുന്നത്. ആ ഓർമ്മദിനം തന്നെ ആ വിമർശനങ്ങൾക്കും പരാമർശങ്ങൾക്കും ഒക്കെയുള്ള വേദിയാക്കി മാറ്റാൻ നേതാക്കൾ തന്നെ തീരുമാനിച്ചു എന്നതുകൊണ്ട് തന്നെ തുടർ ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത ചർച്ചകൾ നമുക്ക് പ്രതീക്ഷിക്കാം.